ഇന്ന് രാവിലെ തൊട്ട് അനിമോളും ക്യാപ്റ്റനായ അനീഷും തമ്മിൽ അടിയാണ്. ബ്രേക്കിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ അനിമോൾ പിന്നെ തിരിച്ച് കയറാൻ കൂട്ടാക്കില്ല. അനീഷ് പറയുന്നുണ്ട്, ഇത് റൂൾ ഇതിനെതിരാണ്, ബിഗ് ബോസിൻ്റെ റൂൾ ബ്രേക്ക് ചെയ്യുകയാണ്. അനിമോൾ പറഞ്ഞു, എനിക്കറിയാം, ഞാനത് ചെയ്യും. അനീഷ്, തനിക്കെന്താടോ, താൻ പോടോ, തനിക്കെന്താ, എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അപ്പോൾ അനീഷ് പറഞ്ഞു, കൊമ്പത്തെ ആൾക്കാരാണല്ലോ, അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞു, അതെ ഏഞ്ചലാണ്, ഞാൻ കൊമ്പത്തുനിന്ന് വന്നതാണ്, ഞാൻ ഏഞ്ചലാണ്, എനിക്കിനി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു. ഈ സമയത്തൊക്കെ പാനിശരത്തിരുന്ന് ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ. കുറേ നേരം അരച്ച് കഴിഞ്ഞിട്ട് അനിമോൾ അകത്ത് കയറി. അതിനുശേഷം അകത്ത് കിടന്ന് കുറേ നേരം അനീഷിനോട് വഴക്കൊന്നുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം നമ്മുടെ രേണു, ശാരിക എന്നിവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എന്നാൽ ഇവരാരും ഒന്നും തിരിച്ച് സംസാരിക്കുന്നില്ല. അനിയനോട് പറയുന്നില്ല, എന്നാൽ കയറ്, വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല, നീ കയറി, നീ റൂൾ ബ്രേക്ക് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ അനിമോൾ എല്ലാവർക്കും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അനീഷ് ട്രിഗർ ചെയ്താൽ അനിമോൾ അന്നേരം ട്രിഗറാകും, മാനിപ്പുലേറ്റ് ആകും, സൗണ്ട് വയ്ക്കും, ഒച്ച വയ്ക്കും, സംസാരിക്കും, എന്താണ് പറയുന്നതെന്നൊന്നും ആൾ ചിന്തിക്കുന്നില്ല. അതുതന്നെയാണ് അപ്പാനിശരത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു, അനിമോളെയും അനീഷിനെയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത്. ആ തന്ത്രം ഏറ്റവും കൂടുതൽ വിജയിച്ചത് ജയിലിൽ വെച്ചാണ്. അനീഷിനെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് നിൻ്റെ പുറത്തുള്ള ഇമേജിന് കോട്ടം തട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനിമോൾ അത് വിശ്വസിച്ചു. ആ ഒരു തന്ത്രത്തിൽ, ആ ഒരു ഗെയിമിലും അനിമോൾ വീണുപോയി എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു ഫൈറ്റ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്.